വേഷക്കാർ ഈ വരികൾക്കനുസരിച്ചാണ് എന്ത് പല മുദ്രകളിലൂടെ അല്ലെ അവര് ഒരു കഥയാണെങ്കിൽ അത് കൈകൊണ്ടൊക്കെ കണ്ണുകളും കൊണ്ടൊക്കെ ആക്ഷൻസ് മുദ്രകളൊക്കെ ചെയ്തിട്ടാണ് എന്ത് അഭിനയിക്കുന്നത് ആട്ടക്കഥ. ഹായ്, CC+ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് 10th ക്ലാസ്സിലെ മലയാളം ഫസ്റ്റ് യൂണിറ്റിലെ ചാപ്റ്റർ 2 പാഠഭാഗം 2 സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന പാഠഭാഗമാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ പാഠഭാഗത്തിന്റെ പശ്ചാത്തലം എന്താണ് എന്ന് നോക്കാം. 10ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠഭാഗം തന്നെയാണ് സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന് പറയുന്നത്. കഥകളതി മോഹനം എന്ന ആദ്യത്തെ പാഠഭാഗം നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ്. അപ്പൊ നമുക്ക് ഇന്ന് ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. അതിനു മുന്നേ നമ്മുടെ 10ാം ക്ലാസ് ബാച്ച് ട്യൂഷൻ ആരംഭിച്ചിട്ടുണ്ട്. CBSE ആൻഡ് സ്റ്റേറ്റ് സിലബസ് ബേസ്ഡ് ആണ് വരുന്നത്. 10ാം ക്ലാസ്സിലെ സബ്ജക്ട് വൈസ് ട്യൂഷനാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ ലെവലിനനുസരിച്ചുള്ള ഒരു ക്ലാസ് കിട്ടുന്നുണ്ട്. എന്തൊക്കെ ഡൗട്ട്സുകൾ ഉണ്ടോ അതെല്ലാം ക്ലിയർ ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു കോഴ്സിലേക്ക് ചേരാൻ താല്പര്യമുള്ളവര് 9496949929 എന്ന നമ്പറിലേക്ക് വിളിക്കുക, കോണ്ടാക്ട് ചെയ്യുക. മറ്റു വിവരങ്ങളും കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുക. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. ആദ്യം തന്നെ ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. കൃതി നളചരിതം ആട്ടക്കഥ. നമുക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന് പറയുന്ന പാഠഭാഗം നളചരിതം ആട്ടക്കഥയുമായി ബന്ധപ്പെട്ടതാണ്. ആട്ടക്കഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ആട്ടക്കഥ എന്ന് പറയുന്നത് കഥകളി ആടുന്നതിന് വേണ്ടിയിട്ട് രചിക്കപ്പെട്ടതാണ് ആട്ടക്കഥ എന്ന് പറയുന്നത്. അപ്പോ നളചരിതം ആട്ടക്കഥ, നളന്റെയും ദമയന്തിയുടെയും കഥയുണ്ട് അല്ലെ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ചെറിയ ക്ലാസ്സിലൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ നളന്റെയും ദമയന്തിയുടെയും ജീവിത കഥ, ആ ഒരു കഥയാണ് നളചരിതം ആട്ടക്കഥയില് പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള കൃതി എന്ന് പറയുന്നത് നളചരിതം ആട്ടക്കഥയാണ്. നളചരിതം ആട്ടക്കഥയിലെ 1ാം ദിവസത്തെ കഥാസന്ദർഭമാണ് നമുക്ക് പഠിക്കാനുള്ളത് സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന പാഠഭാഗത്തില്. രചയിതാവ് ആരാണ്? ഉണ്ണായി വാര്യരാണ് രചയിതാവ് എന്ന് പറയുന്നത്. അപ്പോ നളചരിതം ആട്ടക്കഥയുടെ രചയിതാവ് ആരാണ്? ഉണ്ണായി വാര്യരാണ്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന് പറയുന്ന പാഠഭാഗം നളചരിതം ആട്ടക്കഥയുമായി ബന്ധപ്പെട്ടതാണ്. സ്രോതസ് മഹാഭാരതത്തിലെ വനപർവത്തിൽ പറയുന്ന നളന്റെയും ദമയന്തിയുടെയും കഥയെ ആസ്പദമാക്കി എഴുതിയതാണ് നളചരിതം ആട്ടക്കഥ. അപ്പോ നളചരിതം ആട്ടക്കഥ ഏതിൽ നിന്നെടുത്തതാണ്? മഹാഭാരതത്തിലെ വനപർവത്തിൽ നിന്നെടുത്തതാണ്. അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. നളചരിതം ആട്ടക്കഥ മഹാഭാരതത്തിലെ വനപർവത്തിൽ നിന്നെടുത്തതാണ്. ഉണ്ണായി വാര്യരുടേതാണ് ഈ ഒരു ആട്ടക്കഥ എന്ന് പറയുന്നത്. പ്രത്യേകത എന്താണ്? കഥകളി അവതരണത്തിനായി എഴുതപ്പെട്ട സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. നളചരിതം ആട്ടക്കഥ 4 ദിവസങ്ങൾ കൊണ്ട് ആടി തീർക്കാവുന്ന രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസിക് പ്രസ്ഥാനത്തിലെ റൊമാൻറ്റിക് കാവ്യം എന്നും ഇത് അറിയപ്പെടുന്നു. ഇത് അറിയപ്പെടുന്നു. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മഹാഭാരതത്തിലെ വനപർവത്തിൽ നിന്നുമാണ് എന്ത് നളചരിതം ആട്ടക്കഥ എടുത്തിരിക്കുന്നത്. ഉണ്ണായി വാര്യരാണ് രചിച്ചിരിക്കുന്നത്. കൂടാതെ കഥകളി അവതരണത്തിനായി എഴുതപ്പെട്ട സാഹിത്യ രൂപമാണ് ആട്ടക്കഥ എന്ന പേരില് അറിയപ്പെടുന്നത്. കഥകളി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കഥകളി അവതരണത്തിനായി എഴുതപ്പെട്ട സാഹിത്യ രൂപമാണ് എന്ത്? ആട്ടക്കഥ. നളചരിതം ആട്ടക്കഥ 4 ദിവസങ്ങൾ കൊണ്ട് ആടി തീർക്കാവുന്ന രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതിലെ ആദ്യത്തെ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് നളചരിതം ആട്ടക്കഥയിലെ? നളൻ നിഷധ രാജ്യത്തെ രാജാവ്, സൗന്ദര്യത്തിലും കലയിലും പ്രാവീണ്യമുള്ളവൻ. അപ്പൊ നളചരിതം ആട്ടക്കഥയിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് നളൻ അല്ലെ. നിഷധ രാജ്യത്തെ രാജാവാണ് ആര്? നിഷധ രാജ്യത്തിലെ രാജാവാണ് ആര്? നളൻ എന്ന് പറയുന്നത്. സൗന്ദര്യത്തിലായിക്കോട്ടെ കലയിലായിക്കോട്ടെ വളരെ അധികം കഴിവുകളൊക്കെ ഉള്ള ഒരു രാജാവാണ്. സൗന്ദര്യം കൊണ്ടാണെങ്കിലും കഴിവ് കൊണ്ടാണെങ്കിലും കല കൊണ്ടാണെങ്കിലും ഒക്കെ വളരെ കഴിവുള്ളവനാണ് അവിടത്തെ രാജാവ്. ആര്? നളൻ എന്ന് പറയുന്നത്. ദമയന്തിയോ? വിദർഭയിലെ രാജാവായ ഭീമന്റെ മകൾ. വിദർഭ എന്ന രാജ്യത്തെ രാജാവായ ഭീമന്റെ മകളാണ് അസാമാന്യ സൗന്ദര്യവും കഴിവുകളുമുള്ള ദമയന്തി. അപ്പോ നളന്റെയും ദമയന്തിയുടെയും കഥയാണല്ലോ നമുക്ക് പഠിക്കാനുള്ളത്.
സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന ചാപ്റ്ററിൽ നളചരിതം ആട്ടക്കഥ. ഇതിലെ നളനും ദമയന്തിയും ആരാണെന്നാണ് ഇപ്പൊ പറഞ്ഞത്. നളൻ എന്ന് പറയുന്നത് രാജാവാണ്. നിഷധ രാജ്യത്തിലെ വിദർഭ രാജ്യത്തിലെ രാജാവായ ഭീമന്റെ മകളാണ് ദമയന്തി. രണ്ടുപേരും എന്താ കഴിവുകൊണ്ടും കല കൊണ്ടും സൗന്ദര്യം കൊണ്ടൊക്കെ വളരെ പ്രാവീണ്യമുള്ളവരാണല്ലേ. സൗന്ദര്യമായിക്കോട്ടെ കലയായിക്കോട്ടെ അത്രയധികം കഴിവാണ് രണ്ടുപേർക്കും ഉള്ളത്. ഹംസം ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. ഹംസം എന്ന് പറയുന്നത് നളനും ദമയന്തിയും തമ്മിലുള്ള പ്രണയത്തിന് ഇടനിലക്കാരനായ അരയന്നം. ഒരു അരയന്നമുണ്ട്. ഇപ്പൊ രണ്ടുപേര് തമ്മിൽ ഇഷ്ടപ്പെടുമ്പോ അവരുടെ രണ്ടുപേരുടെ ഇടയിൽ നിൽക്കുന്ന ഒരാളുണ്ടായിരിക്കും അല്ലെ, മെസ്സേജ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ, അവർക്ക് രണ്ടുപേർക്കും ഓരോ വിവരങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാൻ. ഇപ്പൊ രണ്ട് പേരുടെ ഇടയിൽ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നളന്റെയും ദമയന്തിയുടെയും പ്രണയത്തിന്റെ ഇടയില് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കത്തും കാര്യങ്ങളൊക്കെ കൈമാറാൻ, അവരുടെ വിവരങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയിപ്പിക്കാൻ ഒരാളുണ്ടായിരുന്നു. അതാണ് ആര്? ഹംസം. നളനും ദമയന്തിയും തമ്മിലുള്ള പ്രണയത്തിന് ഇടനിലക്കാരനായ അരയന്നം. അപ്പോ നളൻ, ദമയന്തി, ഹംസം തുടങ്ങിയവര് പ്രധാന കഥാപാത്രങ്ങളാണ്. ആട്ടക്കഥ. എന്താണ് ആട്ടക്കഥ എന്ന് പറയുന്നത്? ആട്ടക്കഥ എന്നാൽ കഥകളി ആട്ടത്തിനായി അരങ്ങത്ത് അവതരിപ്പിക്കുന്നതിനായി അല്ലെ, കഥകളി ആട്ടത്തിനായി ആണ് നമ്മൾ ആട്ടക്കഥ എഴുതുന്നത്. ആട്ടക്കഥ എന്നാൽ കഥകളി ആട്ടത്തിനായി തയ്യാറാക്കപ്പെട്ട സാഹിത്യ രൂപമാണ്. ലളിതമായി പറഞ്ഞാൽ ഒരു സിനിമയ്ക്ക് തിരക്കഥ ഉള്ളതുപോലെ കഥകളി എന്ന കലാരൂപത്തിന് ആധാരമായ തിരക്കഥയാണ് ആട്ടക്കഥ. ഒരു സിനിമയ്ക്ക് തിരക്കഥ ഉണ്ടായിരിക്കും അല്ലെ. ഒരു സിനിമയ്ക്ക് ആദ്യം തന്നെ നമ്മൾ തിരക്കഥ എഴുതും. എന്നിട്ട് ആ ഒരു തിരക്കഥ വെച്ചിട്ടാണ് ആക്ടേഴ്സും അല്ലെ, നായകനും നായികയും മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളും എല്ലാം അഭിനയിക്കുന്നത് അല്ലെ, ആ തിരക്കഥ വെച്ചിട്ട്. അതേപോലെ തന്നെ കഥകളിക്കും ആസ്പദമായതാണ് ആട്ടക്കഥ എന്ന് പറയുന്നത്. ഈ ആട്ടക്കഥ കഥകളി അവതരണത്തിനായുള്ളതാണ്. അപ്പൊ നിങ്ങൾ പോയിന്റ് നോട്ട് ചെയ്യുക കേട്ടോ. കഥകളി അവതരണത്തിനായുള്ളതാണ് ആട്ടക്കഥ എന്ന് പറയുന്നത്. ആട്ടക്കഥയെ കുറിച്ച് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ താഴെ നൽകുന്നു. നമുക്ക് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ആട്ടക്കഥയെ കുറിച്ച് നോക്കാം. സംഗീത പ്രധാനം. കഥകളിയിൽ പാട്ടുകാർ പാടുന്ന പദങ്ങളും ശ്ലോകങ്ങളും അടങ്ങിയതാണ് ആട്ടക്കഥ. വേഷക്കാർ ഈ വരികൾക്ക് അനുസരിച്ചാണ് മുദ്രകളിലൂടെയും അഭിനയത്തിലൂടെയും കഥ പറയുന്നത്. അപ്പൊ സംഗീത പ്രധാനം അല്ലെ, സംഗീതത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കഥകളിയിൽ പാട്ടുകാർ പാടുന്ന പദങ്ങളും ശ്ലോകങ്ങളും അടങ്ങിയതാണ് ആട്ടക്കഥ. വേഷക്കാർ ഈ വരികൾക്കനുസരിച്ചാണ് പല മുദ്രകളിലൂടെ അല്ലെ, അവര് ഒരു കഥയാണെങ്കിൽ അത് കൈകൊണ്ടൊക്കെ കണ്ണുകളും കൊണ്ടൊക്കെ ആക്ഷൻസ് മുദ്രകളൊക്കെ ചെയ്തിട്ടാണ് അഭിനയിക്കുന്നത് ആട്ടക്കഥ. കഥകളി കണ്ടവർക്കറിയാം അല്ലെ, ഒരു വലിയ പുരാണ കഥയായിരിക്കും അവരവിടെ ആടി തീർക്കുന്നത്. അത് കൈകൊണ്ട് കണ്ണുകൊണ്ടൊക്കെ ആക്ഷൻസ് ഒക്കെ കാണിച്ച് കൈകൊണ്ട് മുദ്രകളൊക്കെ എടുത്ത് അവർ അഭിനയിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ സംഗീതത്തിന് വളരെ പ്രാധാന്യമുണ്ട്. സംഗീതത്തിന് വളരെ പ്രാധാന്യം എവിടെയുണ്ട്? ആട്ടക്കഥയിലുണ്ട്. അപ്പോ ഈ പാട്ടുകാർ പാടുന്ന ശ്ലോകവും പദങ്ങളും ഒക്കെ ഈ വരികളൊക്കെ അനുസരിച്ചാണ് അഭിനയിക്കുന്നവര് മുദ്രകളിലൂടെയും ആക്ഷൻസിലൂടെയും എല്ലാം കഥ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നെക്സ്റ്റ്, ഘടന. ഒരു ആട്ടക്കഥയിൽ പ്രധാനമായും ശ്ലോകം, പദം, ദണ്ഡകം എന്നീ വിഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ഏതൊക്കെ വിഭാഗങ്ങളാണുള്ളത്? ശ്ലോകം, പദം, ദണ്ഡകം എന്നീ വിഭാഗങ്ങൾ എവിടെ ഉണ്ടായിരിക്കും? ഒരു ആട്ടക്കഥയിൽ ഉണ്ടായിരിക്കും. ശ്ലോകം കഥാസന്ദർഭങ്ങളെ വിവരിക്കാൻ ഉപയോഗിക്കുന്നതാണ് ശ്ലോകം. ഒരു കഥ, ആ കഥ എന്താണെന്നുള്ളത് പറഞ്ഞു തരണ്ടേ? സാധാരണ വാക്കുകൊണ്ട് പറയുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാകും. ഇപ്പൊ ഇന്ന രാജ്യത്തെ ഈ രാജാവാണ് നളൻ, അടുത്ത ഒരു രാജ്യത്തെ ഭീമന്റെ മകളായ ദമയന്തി എന്നൊക്കെ നമ്മൾ വാക്കുകൾ കൊണ്ട് പറയുന്നതല്ല അല്ലെ ആട്ടക്കഥ എന്ന് പറയുന്നത്. അവരത് മുദ്രകളിലൂടെയും ആക്ഷൻസിലൂടെയും പ്രേക്ഷകരിലേക്ക് അവതരിപ്പിക്കുകയാണ് അല്ലെ. ഒരു ക്ലാസിക് രൂപമാണ് കഥകളി എന്ന് പറയുന്നത്. അപ്പോ പ്രേക്ഷകൻ അത് മനസ്സിലാക്കണം. ആ ശ്ലോകം എന്ന് പറയുന്നത് എന്താണ്? കഥാസന്ദർഭത്തെ വിവരിക്കുന്നതാണ് ശ്ലോകം. ആ കഥാസന്ദർഭത്തിന് അനുസൃതമായിട്ട് കഥകളി ആടുകയാണ് അല്ലെ. പദം, കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങളും വികാര പ്രകടനങ്ങളും ഇതിലൂടെയാണ് നടക്കുന്നത്. പദം അല്ലെ, ശ്ലോകം, പദം, ദണ്ഡകം എന്ന് പറഞ്ഞിട്ടുണ്ട്. പദം, കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങളും വികാര പ്രകടനങ്ങളും ഇതിലൂടെയാണ് നടക്കുന്നത്. കഥാതന്തു,
മിക്ക ആട്ടക്കഥകളും നമ്മുടെ പുരാണങ്ങളിൽ നിന്നോ രാമായണം, മഹാഭാരതം, ഭാഗവതം തുടങ്ങിയ പുരാണങ്ങളിൽ നിന്നുമാണ് എന്ത് ആട്ടക്കഥകൾ എടുക്കുന്നത് അല്ലെ. നമ്മൾ ഏതൊരു അമ്പലങ്ങളിലൊക്കെ ആയിരിക്കും കഥകളി കാണാൻ നമ്മൾ പോകുന്നത്. അപ്പൊ ആ ആട്ടക്കഥയിൽ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്നത് എന്തായിരിക്കും? പുരാണ കഥകളായിരിക്കും. ഇപ്പൊ ഇവിടെ നളചരിതം ആട്ടക്കഥയാണ്. അതല്ലാതെ രാമായണം, മഹാഭാരതം, ഭാഗവതം തുടങ്ങിയ പുരാണ കഥകളായിരിക്കും അവര് ആടി തീർക്കുന്നത്. ഇതിഹാസങ്ങളിൽ നിന്നുള്ള കഥകളെ ആസ്പദമാക്കിയാണ് രചിക്കപ്പെടാറുള്ളത്. അപ്പോ മിക്ക ആട്ടക്കഥകളും രാമായണം, മഹാഭാരതം, ഭാഗവതം തുടങ്ങിയ പുരാണങ്ങളിൽ നിന്ന് എടുത്തതായിരിക്കും. പ്രശസ്തമായവ ഏതൊക്കെയാണ്? മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ ആട്ടക്കഥകളിൽ ഒന്നാണ് ഉണ്ണായി വാര്യർ രചിച്ച നളചരിതം ആട്ടക്കഥ എന്ന് പറയുന്നത്. ഉണ്ണായി വാര്യർ രചിച്ച നളചരിതം ആട്ടക്കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. വീണ്ടും പറയാണ്, സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്നതില് മഹാഭാരതത്തിലെ വനപർവ്വത്തിൽ നിന്ന് എടുത്തതാണ്. ഇത്തരം കാര്യങ്ങള് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരു സ്റ്റാർട്ടിങ് കൊടുക്കുമ്പോൾ എപ്പോഴും എഴുതാൻ സാധിക്കുന്ന പോയിന്റ്സ് ആണ്. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക. ഇത് കൂടാതെ കോട്ടയത്ത് തമ്പുരാന്റെ കൃതികളും ഏറെ പ്രശസ്തമാണ്. നള ദമയന്തി കഥ നമുക്ക് ചുരുക്കത്തിൽ നോക്കാം. നിങ്ങളോട് പറഞ്ഞല്ലോ, നളന്റെയും ദമയന്തിയുടെയും കഥയാണെന്ത്? നളചരിതം ആട്ടക്കഥ. നളനൊരു രാജാവാണ്. ദമയന്തി ഭീമൻ എന്ന് പറയുന്ന ഒരു രാജാവിന്റെ മകളാണ്. ഇരുവരും തമ്മിൽ പ്രണയിക്കുന്നു, കല്യാണം കഴിക്കുന്നു. പിന്നീട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മുഹൂർത്തങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ കഥയിലുള്ളത്. ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥ. അപ്പൊ ഈ കഥയിലെ എല്ലാ ഭാഗങ്ങളും നമുക്ക് പഠിക്കാനില്ല അല്ലെ. ആദ്യത്തെ നളചരിതം ആട്ടക്കഥയിലെ ആദ്യ ദിവസത്തെ കഥ മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്നാൽ പോലും എന്താണ് നളചരിതം എന്നുള്ളതിന്റെ ഒരു രൂപരേഖ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അല്ലെ. ഒന്നും അറിയില്ല, നളൻ ആരാ, ദമയന്തി ആരാ, കഥ എന്താ, ഒന്നും അറിയില്ലെങ്കിൽ എന്ത് പറ്റും? നിങ്ങൾക്ക് സ്വന്തമായ ഒരു ആൻസർ എഴുതാൻ പറ്റില്ല. കാണാപ്പാടം പഠിച്ച് എഴുതേണ്ട അവസ്ഥ വരും. അപ്പൊ നമുക്ക് എന്താണ് കഥ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോകാം. പ്രണയം. നിഷധ രാജ്യത്തെ രാജാവാണ് നളൻ. അപ്പൊ നിഷധ രാജ്യം എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തെ രാജാവാണ് ആര്? നിഷധ രാജ്യത്തെ രാജാവാണ് നളൻ എന്ന് പറയുന്നത്. മഹാരാജാവാണ്. വിദർഭ രാജാവായ ഭീമന്റെ മകളാണ് ദമയന്തി അല്ലെ. ഭീമന്റെ മകളാണ് ദമയന്തി. ഇവർ രണ്ടുപേരും പരസ്പരം കാണാതെ തന്നെ ഗുണഗണങ്ങൾ കേട്ട് പ്രണയത്തിലായി. നളൻ അയച്ച ഒരു സ്വർണ്ണ ഹംസം വഴിയാണ് ദമയന്തി തന്റെ ഇഷ്ടം നളനെ അറിയിച്ചത്. അപ്പൊ എന്താണ്? നിഷധ രാജ്യത്തുള്ള നളനും വിദർഭയിലുള്ള ഭീമന്റെ മകളായ ദമയന്തി. ഇപ്പൊ രണ്ടുപേരെയും കുറിച്ച് ഇങ്ങനെ കേൾക്കുക. ദമയന്തി ആണെങ്കിൽ നളനെ കുറിച്ചും കേൾക്കുവാണ്, നളനാണെങ്കിൽ ദമയന്തിയെ കുറിച്ചും കേൾക്കുവാണ്. ഇങ്ങനെ സുന്ദരിയാണ്, കുറെ കഴിവുകളുള്ളവളാണ്, പ്രശസ്തയാണ് എന്നൊക്കെ കേൾക്കുമ്പോൾ കാണണം എന്നൊക്കെ ഒരു ആഗ്രഹം ആരുടെ മനസ്സിൽ വരുന്നു? നളന്റെ മനസ്സിൽ വരുവാണ്. ഒരു പ്രണയം, ചെറിയൊരു ലവ് ഒക്കെ ആർക്ക് തോന്നുന്നുണ്ട്? നളന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ദമയന്തിയും നളനെ കുറിച്ച് കേൾക്കുവാണ്. നിഷധ രാജ്യത്തിലെ വലിയ രാജാവ്, വളരെ സുന്ദരൻ, കഴിവുകളും കലകളും കൊണ്ടാണെങ്കിൽ വളരെ പ്രശസ്തിയുള്ളവൻ എന്നൊക്കെ കേൾക്കുമ്പോ ആർക്ക്? ദമയന്തിക്കും ഒരാഗ്രഹം, കാണണം എന്നൊക്കെ ഒരു ആഗ്രഹം. കാണാതെ തന്നെ അവർ പ്രണയത്തിലാവുകയാണ്, ഗുണങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കാണാതെ. ആ സമയത്താണ് ആര്? ഹംസം കടന്നു വരുന്നത്. നളന്റെ ഈ പ്രണയം ആരെ അറിയിക്കാനായിട്ട്? നമ്മൾ പറഞ്ഞില്ലേ, രണ്ട് ഫ്രണ്ട്സിന്റെ ഇടയിൽ അല്ലെങ്കിൽ രണ്ട് പ്രണയിക്കുന്നവരുടെ ഇടയിൽ ഒരാളുണ്ടായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാര്യങ്ങൾ കൈമാറാനും അവര് ഇപ്പൊ രണ്ടുപേരും വഴക്കുവാണെങ്കിൽ അത് ഒത്തുതീർപ്പാക്കാനൊക്കെ വേണ്ടിയിട്ടും ഓരോരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മെസ്സേജ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ ഒരു മൂന്നാമൻ ഉണ്ടായിരിക്കും. അതുപോലെ ഈ കഥയിലെ മൂന്നാമനാണ് ആര്? ഈ ഒരു ഹംസം എന്ന് പറയുന്നത്. ഈ ഹംസം നളന്റെ ഇഷ്ടം ദമയന്തിയെ അറിയിക്കുകയാണല്ലേ. നളൻ അയച്ച ഒരു സ്വർണ്ണ ഹംസം വഴിയാണ് ദമയന്തി തന്റെ ഇഷ്ടം നളനെ അറിയിച്ചത്. അപ്പൊ നളൻ ഹംസത്തെ അയച്ചപ്പോ ഹംസത്തിനോട് എന്തു പറഞ്ഞു ദമയന്തി? എനിക്കും ഇഷ്ടമാണ് അല്ലെ. നളൻ അവിടെ കാത്തിരിക്കുവാണ്. ദമയന്തി എന്തായിരിക്കും പറയുന്നേ? ഒരാളെ വിട്ടേക്കും അല്ലെ. നമ്മളും ചിലപ്പോ നമ്മുടെ കൂട്ടുകാരെയൊക്കെ വിടും. എനിക്ക് ഇഷ്ടമാണെന്ന് നീ ഒന്ന് പറയണം, എന്നിട്ട് എന്താ മറുപടിയും തിരിച്ചു ഒന്ന് പറയണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിടും. അതുപോലെ ഹംസം പോയേക്കുവാണ് പറയാൻ വേണ്ടിയിട്ട്. നളൻ അവിടെ കാത്തിരിക്കുവോ ദമയന്തി എന്തു പറയും? ഇനി റിജക്റ്റ് എങ്ങാനും ചെയ്യോ? ഇനി ഇഷ്ടമാണെന്നായിരിക്കോ പറയണേ? ഒരുപാട് സംശയത്തിൽ ആരിയ്ക്കണു? നമ്മുടെ നളൻ ഇരിക്കുന്നു. ദമയന്തി ഇഷ്ടമാണ് എന്ന് ഹംസത്തിനോട് പറയുകയും ചെയ്തു. അപ്പൊ ഹംസം അത് തിരിച്ചു വന്ന് നളനെ അറിയിക്കും. ചിത്രത്തിൽ കണ്ടോ? സ്വർണ്ണ ഹംസം വന്ന് നളന്റെ പ്രണയാഭ്യർത്ഥന ആർക്ക് കൊടുക്കുന്നു? ദമയന്തിക്ക് നൽകുന്നു. ദമയന്തി ആണെങ്കിലോ ഓൾറെഡി
ഈ നളനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കാണാതെ ഇഷ്ടപ്പെട്ടേക്കുവാണ്. അപ്പൊ ഈ ഒരു സാഹചര്യം കിട്ടിയപ്പോ എന്തായി? എനിക്കും ഇഷ്ടമാണ് എന്നുള്ള കാര്യം ദമയന്തി ആരോട് പറഞ്ഞു? ഹംസത്തിനോട് പറഞ്ഞു വിട്ടു. സ്വയംവരം. അങ്ങനെ രണ്ടുപേരും തമ്മിലുള്ള കല്യാണമാണ്. അപ്പൊ സ്വയംവരം എന്ന് പറഞ്ഞാൽ എന്നാ? രണ്ടുപേരുടെയും കല്യാണം നടക്കുവാണ് കേട്ടോ. ദമയന്തിയുടെ സ്വയംവരത്തിന് നളൻ പുറപ്പെട്ടു. ദമയന്തിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ദേവന്മാരും നളന്റെ രൂപം എടുത്ത് അവിടെ എത്തി. 5 നളന്മാരെ കണ്ട ദമയന്തി ആശയക്കുഴപ്പത്തിലായെങ്കിലും തന്റെ ഹൃദയം നളനെ തന്നെ തിരഞ്ഞെടുത്തു. പ്രാർത്ഥനയിലൂടെ ദേവന്മാരെ തിരിച്ചറിഞ്ഞ് യഥാർത്ഥ നളനെ തന്നെ ദമയന്തി വരിക്കുകയും വിവാഹം നടക്കുകയും ചെയ്തു. അപ്പോ സ്വയംവരത്തിന് വന്നേക്കുവാണ് അല്ലെ? സ്വയംവരത്തിന് വരുമ്പോ എങ്ങനെയാണ്? ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. അതിൽ ഏറ്റവും കഴിവ് തെളിയിക്കുന്ന ആളായിരിക്കും വിവാഹം കഴിക്കുന്നത് അവിടുത്തെ രാജകുമാരിയെ. അപ്പൊ ഇവിടെ നളന്റെ അതേ വേഷത്തിൽ തന്നെ എല്ലാ ദേവന്മാരും വന്നേക്കുവാണ്. അപ്പൊ ആർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല ഇതിൽ ഏതാണ് നളനെന്ന് ദമയന്തിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കൺഫ്യൂഷൻ ആവും അല്ലെ? അപ്പൊ വന്നേക്കുന്ന ദേവന്മാരെല്ലാവരും നളന്റെ വേഷത്തിൽ നളന്റെ അതേ മുഖത്തിൽ വന്നേക്കുവാണ്. കാരണം എല്ലാവർക്കും ദമയന്തിയെ തന്നെ വിവാഹം കഴിക്കണം. ദമയന്തിക്കാണെങ്കിൽ ആരെ ഇഷ്ടം? നളനെയാണ് ഇഷ്ടം. ഇത് മനസ്സിലാക്കിയ ദേവന്മാരെല്ലാവരും ഒരേ മുഖത്തിൽ വന്നേക്കോ. ദേവന്മാരുടെ മുഖം മാറ്റിയിട്ട് നമ്മളുടെ ആരുടെ? നളന്റെ മുഖവുമായി, നളന്റെ മുഖഛായയുമായിട്ട് നളനെ പോലെ വന്ന് നിൽക്കുവാണ്. പക്ഷെ നമ്മളുടെ ആർക്ക് മനസ്സിലായി? ദമയന്തിക്ക് യഥാർത്ഥ നളൻ ആരാണെന്ന് മനസ്സിലായി. പ്രാർത്ഥനയിലൂടെ അവള് ശരിക്കും ഒറിജിനൽ ആയിട്ട് ആരാണ് നളനെന്ന് കണ്ടുപിടിക്കുകയും അങ്ങനെ അവരുടെ വിവാഹം നടക്കുകയും ചെയ്തു. അങ്ങനെ അവരുടെ വിവാഹം നടന്നു അല്ലെ? പക്ഷെ എല്ലാവർക്കും ഈ വിവാഹം അങ്ങ് നടന്നത് ഇഷ്ടപ്പെട്ടില്ല. കലി എന്ന് പറയുന്ന രാക്ഷസന് ഈ ഒരു വിവാഹം നടന്നത് ഇഷ്ടപ്പെട്ടില്ല. കലിക്കും ദമയന്തിയെ വിവാഹം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ നളൻ കയറി വിവാഹം കഴിച്ചപ്പോ അവന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് അവരുടെ ജീവിതത്തിലേക്ക് എന്ത് ദുരിതമാണ് കടന്നു വരുന്നത് നമുക്ക് നോക്കാം. വിവാഹം കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും അല്ലെ? പക്ഷെ ഇവരുടെ ജീവിതത്തിൽ ദുരിതമായിരുന്നു വന്നത്. എന്താണ്? ദമയന്തിയെ ലഭിക്കാത്തതിൽ കോപിഷ്ഠനായ കലി നളന്റെ ശരീരത്തിൽ പ്രവേശിച്ച് അവനെ ചതിച്ചു. നളന്റെ സഹോദരൻ പുഷ്കരനുമായി ചൂതു കളിക്കാൻ കലി നളനെ പ്രേരിപ്പിച്ചു. കളിയിൽ നളൻ തന്റെ രാജ്യം, സമ്പത്ത് എല്ലാം നഷ്ടപ്പെട്ടു. ഒടുവിൽ വസ്ത്രങ്ങൾ മാത്രം ധരിച്ച് നളനും ദമയന്തിയും കാട്ടിലേക്ക് പോകേണ്ടി വന്നു. അപ്പൊ എന്താണ്? നളൻ ചൂതുകളിയിൽ തോറ്റു അല്ലെ? അപ്പൊ തന്റെ സ്വന്തമായിട്ടുള്ള രാജ്യം, അതുപോലെ തന്നെ സമ്പത്ത് എല്ലാം തന്നെ നഷ്ടപ്പെട്ടേക്കാണ് അല്ലെ? ആർക്ക്? നളന്. സ്വന്തം സ്വത്ത്, സമ്പാദ്യം, രാജ്യം ഇതെല്ലാം ചൂതുകളിയിൽ ആർക്ക് നഷ്ടപ്പെട്ടു? നളന് നഷ്ടപ്പെട്ടു. അപ്പൊ രാജ്യത്തിൽ നിന്ന് ഇറങ്ങണം അല്ലെ? ആ സമയത്താണ് കലി നളന്റെ ദേഹത്തേക്ക് കയറിയത്. അപ്പോ നളനൊരു വിരൂപനായി മാറി. സൗന്ദര്യമൊക്കെ പോയി മറ്റൊരു രൂപത്തിലേക്കായി മാറി. കലി ദേഹത്തോട്ട് കയറിയത് കൊണ്ട് നളന് എന്ത് ശാപം കിട്ടി അല്ലെ? അപ്പൊ നളനെല്ലാം നഷ്ടപ്പെട്ടു. സാധാരണ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ എന്താണ്? ഇനിയിപ്പോ വളരെ സന്തോഷമായിരിക്കും, കറങ്ങാൻ പോകുന്നു അല്ലെ? എൻജോയ്മെന്റ്സ് ആയിരിക്കും ഫുള്ള്. പക്ഷെ ഇവിടെ നളന്റെ കാര്യത്തിലേക്ക് വന്നപ്പോ എന്താണ്? ചൂതുകളി തോക്കുകയും ചെയ്തു, എല്ലാം നഷ്ടപ്പെടുകയും ചെയ്തു, രൂപമാറ്റവും സംഭവിച്ചു അല്ലെ? കലി ദേഹത്തേക്ക് കയറി രൂപമാറ്റവും സംഭവിച്ച് ഇങ്ങനെ ഇട്ട വസ്ത്രത്തോടു കൂടി രണ്ടുപേരും കാട്ടിൽ അകപ്പെട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ആ സമയത്ത് നമ്മുടെ നളൻ ദമയന്തിയെ ഉപേക്ഷിച്ചു പോകും. കാരണം ഇനി ഞാൻ ഇവളുടെ കൂടെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും സുഖത്തോടും സൗഭാഗ്യത്തോടും ജീവിച്ച ഒരാളാണ് ദമയന്തി അല്ലെ? ഇനി എന്റെ കൂടെ എന്നെ വിവാഹം കഴിച്ച് വന്നോടുകൂടി അവളുടെ ജീവിതം ദുരിതത്തിലായി. ഞാൻ ഇവിടുന്ന് പോയേക്കാം, അവളുടെ അച്ഛൻ അവളെ കണ്ടുപിടിച്ചോളും, അപ്പൊ അവൾക്ക് സുഖമായി തന്നെ ജീവിക്കാം എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ ദമയന്തിയെ ഉപേക്ഷിച്ച കാട്ടിൽ നിന്ന് പോകും. അങ്ങനെ കാട്ടിൽ രണ്ടുപേരും അകപ്പെടും അല്ലെ? രണ്ടുപേരും കാട്ടിൽ അകപ്പെട്ടേക്കുവാണ്. അപ്പൊ ദമയന്തിക്ക് വേണ്ടിയിട്ട് നളൻ എന്ത് ചെയ്യും? നളന്റെ രൂപവും മാറിപ്പോയില്ലേ? അപ്പൊ നളൻ അവിടെ നിന്ന് ദമയന്തിയെ ഉപേക്ഷിച്ച് വേറൊരു സ്ഥലത്തേക്ക് പോകും. വിരഹം. കാട്ടിൽ വെച്ച് നളൻ ദമയന്തിയെ ഉപേക്ഷിച്ചു പോയി. ഇതൊരു പരീക്ഷണമായിരുന്നു. തുടർന്ന് ഇരുവരും പല ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ചു. ദമയന്തിയെ തന്റെ പിതാവിന്റെ വീട്ടിൽ തിരിച്ചെത്തിച്ച് നളനെ അന്വേഷിച്ചു. നളൻ മറ്റൊരു രൂപത്തിൽ അയോധ്യ രാജാവായ ഋതുപർണന്റെ തേരാളിയായി ജോലി നോക്കി. നളപാചകം എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? നളപാചകം. ഋതുപർണന്റെ കൊട്ടാരത്തില് നമ്മുടെ നളൻ രൂപമാറ്റം സംഭവിച്ച് ചെന്ന നളൻ പിന്നെ എവിടേക്ക് എത്തിയത്? ഋതുപർണന്റെ കൊട്ടാരത്തിലേക്ക് എത്തിയത്. രൂപം മാറിയത് കൊണ്ട് തന്നെ ഇയാളെ ആർക്കും കണ്ടുപിടിക്കാനും പറ്റില്ല അല്ലെ? അപ്പൊ അവിടെ ഒരു പാചകക്കാരനായിട്ടാണ് ആര്? നളൻ നിന്നിരുന്നത്. നളന്റെ പാചകമാണെങ്കിലോ വളരെ ഗംഭീരമായിരുന്നു. നമ്മൾ പറയില്ല നളപാചകം എന്ന് പറയുന്നത് അത്രയും ടേസ്റ്റ് ഉള്ള ഫുഡാണെങ്കിലാണ് നമ്മൾ നളപാചകം എന്ന് പറയുന്നത്. അപ്പോ അവിടെ ആ ഒരു കൊട്ടാരത്തില്, ഋതുപർണന്റെ കൊട്ടാരത്തില്
വേഷമൊക്കെ മാറ്റം സംഭവിച്ച നളൻ ഒരു പാചകക്കാരനായി ജോലി ചെയ്ത് ഇങ്ങനെ പോകുകയായിരുന്നു. അപ്പൊ നമ്മുടെ ദമയന്തി സ്വന്തം വീട്ടിലേക്ക് പോയല്ലേ. പക്ഷെ ഭർത്താവിനെ കണ്ടുപിടിക്കണം, എവിടെയാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ അവൾ കുറേ ശ്രമിക്കുന്നുണ്ട്. കാട്ടിലകപ്പെട്ട ദമയന്തി എന്ത് ചെയ്തു? തിരിച്ച് വീട്ടിലേക്ക് എത്തി, തിരിച്ച് അച്ഛന്റെ അടുത്തേക്ക് തന്നെ എത്തി. പക്ഷെ വീട്ടിലേക്ക് എത്തിയിട്ട് അവൾ നളനെ മറന്നോ? ഇല്ല. എന്റെ ഭർത്താവിനെ കണ്ടെത്തണം, അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു, ജീവിച്ചിരിക്കുന്നുണ്ടായിരിക്കോ? അവള് പ്രാർത്ഥനകളൊക്കെ ആയിട്ട് ഭർത്താവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ദമയന്തി. ദമയന്തി നളനെ കണ്ടെത്താൻ വീണ്ടും ഒരു സ്വയംവരം നടത്തുന്നതായി കള്ളം പരത്തി. ഇതറിഞ്ഞ് ഋതുപർണനോടൊപ്പം നളൻ തിരിച്ചെത്തി. അവസാനം കലിയുടെ ബാധയിൽ നിന്ന് മോചിതനായി നളൻ തന്റെ പഴയ രൂപം വീണ്ടെടുക്കുകയും ദമയന്തിയുമായി ഒന്നിക്കുകയും ചെയ്തു. തുടർന്ന് നളൻ രാജ്യം തിരിച്ചു പിടിക്കുകയും ദമയന്തിയുമായി സുഖമായി ജീവിക്കുകയും ചെയ്തു. ഇതാണ് നള ദമയന്തി കഥ എന്ന് പറയുന്നത്. രണ്ട് രാജ്യത്തിലുള്ള ഒരു രാജാവും മറ്റൊരു രാജ്യത്തിലെ രാജാവിന്റെ മകളായ ദമയന്തി ദമയന്തിയും നളനും തമ്മിൽ കാണാതെ സ്നേഹിച്ചു. അവരുടെ ഇടയിലേക്ക് ഒരു ഹംസം വന്നു അല്ലെ, ഒരു മൂന്നാമൻ. അവരുടെ ആ ഒരു സംഭാഷണവും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എത്തിക്കാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ അവർ ഇഷ്ടപ്പെട്ടു, സ്വയംവരത്തിലെത്തി. കല്യാണ സമയത്ത് ഇതേപോലെ നളന്റെ അതേ രൂപസാദൃശ്യമുള്ള ഒരുപാട് ദേവന്മാർ വന്നിരിക്കുന്നു. അതിൽ നിന്നും ദമയന്തി സ്വന്തം ഇഷ്ടപ്പെട്ട പുരുഷനെ നളനെ തന്നെ പ്രാർത്ഥനയിലൂടെ കണ്ടെത്തി വിവാഹം കഴിച്ചു. പക്ഷെ വിവാഹം കഴിച്ചപ്പോഴാണ് അവരുടെ ജീവിതം എന്തിലേക്ക് എത്തിയത്? ദുരിതത്തിലേക്ക് എത്തിയതല്ലേ. കലിയുമായി ചൂതുകളിയിൽ തോറ്റതുകൊണ്ട് തന്നെ രാജ്യവും സമ്പത്തും സൗഭാഗ്യം എല്ലാം നഷ്ടപ്പെടുകയും കൂടെ സ്വന്തം രൂപം കൂടി നഷ്ടപ്പെട്ട് കാട്ടില് ഒറ്റപ്പെട്ടു പോവുകയാണ് നളനും ദമയന്തിയും. അവിടെ നിന്ന് നളൻ വീണ്ടും ഋതുപർണന്റെ കൊട്ടാരത്തിലെത്തുന്നു. അവിടെ ഒരു പാചകക്കാരനായി ജോലി ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമ്പോ വീണ്ടും ആരെന്ത് ചെയ്തു? സ്വന്തം ഭർത്താവിനെ കണ്ടെത്തണമല്ലോ. രൂപം മാറിയതോ ഒന്നും അവൾക്ക് വിഷയമല്ല. എന്താണ്? ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. അദ്ദേഹം എവിടെയാണ്, ജീവിച്ചിരിക്കുന്നോടെ, ഇനി വരില്ലേ? അപ്പോഴാണ് വീണ്ടും ഒരു സ്വയംവരം നടത്താൻ പോകുന്നു എന്ന രീതിയിൽ ഒരു ന്യൂസ് ആരിറക്കി വിട്ടത്? ദമയന്തി ഇറക്കി വിട്ടത്. അപ്പോ എല്ലാവരും കൂടി വന്നു അല്ലെ. അതിന്റെ കൂട്ടത്തിൽ ആരും വന്നു? നളനും വന്നു. അങ്ങനെ വീണ്ടും ഒരു പുനഃസംഗമം നടത്തി. അവര് വീണ്ടും വിവാഹം കഴിച്ചു, സന്തോഷത്തോടെ ജീവിച്ചു. കലിയുടെ ബാധ ആരുടെ ദേഹത്തു നിന്നും പോയി? നളന്റെ ദേഹത്തു നിന്ന് പോയി. ഇതാണ് കഥ. പക്ഷെ ഈ കഥ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾക്ക് പഠിക്കാനില്ല. ആദ്യ ഭാഗം മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. കണ്ടോ, അവരുടെ പുനഃസംഗമം നടന്നു അല്ലെ. രണ്ടുപേരും സന്തോഷത്തോടെ ഒന്നു ചേർന്ന് അവസാനം സന്തോഷകരമായിട്ട് ജീവിച്ചു. ഇതാണ് നള ദമയന്തി കഥ. നളചരിതം ആട്ടക്കഥയിൽ ഇതാണ് ഓരോ ദിവസവും ഓരോ ഭാഗങ്ങളായി ആടിത്തീർക്കുന്നത്. അതിൽ ആദ്യ ഭാഗം മാത്രമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. കഥാസംഗ്രഹം എന്താണെന്ന് നമുക്ക് നോക്കാം. കഥാസംഗ്രഹമായിട്ട് വരുന്നത് പ്രണയം. നളന്റെയും ദമയന്തിയുടെയും ഗുണഗണങ്ങൾ പരസ്പരം കേട്ടറിഞ്ഞ് അവർ തമ്മിൽ പ്രണയത്തിലാകുന്നു. ഹംസം മുഖേനയാണ് ഇരുവരും തങ്ങളുടെ ഇഷ്ടം പരസ്പരം അറിയിക്കുന്നത്. സ്വയംവരം. ദമയന്തിയുടെ സ്വയംവരത്തിന്റെ ദേവന്മാരും നളനെ പോലെ വേഷം ധരിച്ചെത്തുന്നു. എന്നാൽ തന്റെ പ്രിയപ്പെട്ട നളനെ ദമയന്തി തിരിച്ചറിഞ്ഞ് മാല ചാർത്തുന്നു. ദുരിതം. കലിയുടെ ഇടപെടലിനെ തുടർന്ന് നളന് ചൂതുകളിയിൽ എല്ലാം നഷ്ടപ്പെടുകയും രാജ്യം വിട്ടു പോകേണ്ടി വരികയും ചെയ്യുന്നു. വിരഹം. കാട്ടിൽ വെച്ച് ദമയന്തിയെ തനിച്ചാക്കി നളൻ പിരിയുന്നു. തുടർന്ന് ദമയന്തിയുടെ തിരിച്ചുവരവും നളനുമായുള്ള വീണ്ടും കണ്ടുമുട്ടലും ഇതിവൃത്തത്തിന്റെ ഭാഗമാകുന്നു. അപ്പോ ഇവിടെ പ്രണയം വരുന്നുണ്ട് അല്ലെ. നിങ്ങൾക്കൊരു ഉപന്യാസമൊക്കെ എഴുതാൻ ചോദിക്കുവാണെങ്കിൽ, ഒരു ആസ്വാദനം എഴുതാനൊക്കെ ചോദിക്കുവാണെങ്കിൽ ഇതിൽ എന്തൊക്കെ പ്രമേയമാണ് കടന്നു വരുന്നത്? പ്രണയം, അതുപോലെ തന്നെ സ്വയംവരം അല്ലെ. അത് മാത്രമാണോ? ദുരിതം, വിരഹം അല്ലെ. റൊമാൻറ്റിക് ഉണ്ട് അല്ലെ, റൊമാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സങ്കടമുണ്ട്, വിഷാദമുണ്ട്, വിരഹമുണ്ട്, ദുരിതമുണ്ട്. ഇതെല്ലാം തന്നെ എല്ലാ ഇമോഷൻസും ചേർന്നതാണ് എന്ത്? നളചരിതം ആട്ടക്കഥ എന്ന് പറയുന്നത്. പാഠഭാഗത്തിന്റെ പ്രസക്തി. നമ്മൾ പഠിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ അല്ലെ. നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തിന്റെ പേരെന്താണ്? സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ് നളചരിതം ആട്ടക്കഥയിലെ ആദ്യ ഭാഗം. ഉണ്ണായി വാര്യർ കേട്ടോ. അപ്പൊ നളചരിതം ആട്ടക്കഥയുടെ ആദ്യ ഭാഗത്തില് പാഠഭാഗത്തിൽ എന്താണ് പ്രസക്തി? ഈ ഒരു ഭാഗവുമായിട്ട് നോക്കാം. നളചരിതം ആട്ടക്കഥയുടെ 1-ാം ദിവസത്തിലെ പ്രധാന ഭാഗമാണ് സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന പാഠഭാഗം. നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. പ്രണയം, വിരഹം, ദുഃഖം, വീണ്ടും ഒത്തുചേരൽ എന്നിങ്ങനെ മനുഷ്യ ജീവിതത്തിലെ വിവിധ ഭാവങ്ങൾ ഈ കഥയിൽ പ്രതിഫലിക്കുന്നു. 1-ാം ദിവസത്തിലെ ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആ കഥയും 1-ാം ദിവസത്തിലെ ഭാഗം മാത്രമാണ് കേട്ടോ. അപ്പോ
ഈ 1-ാം ദിവസവുമായി ബന്ധപ്പെട്ട ആ ഒരു ഭാഗമാണ് നമുക്ക് സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. നളചരിതമാട്ടക്കഥയുടെ 1-ാം ദിവസത്തിലെ പ്രധാന ഭാഗമാണ് സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന പാഠഭാഗം. കൂടാതെ പ്രണയം, വിരഹം, ദുഃഖം എന്നിവയെല്ലാം ഒത്തുചേരുകയും മനുഷ്യ ജീവിതത്തിലെ വിവിധ ഭാവങ്ങൾ, ഇമോഷൻസ് എല്ലാം കടന്നു വരുന്നതുമായിട്ടുള്ള ഒരു ആട്ടക്കഥയാണ് നളചരിതമാട്ടക്കഥ. അപ്പോ നമ്മളിത് നോക്കിയത് യൂണിറ്റ് 1-ലെ സെക്കൻഡ് ചാപ്റ്റർ ആണല്ലേ. ആദ്യത്തെ ചാപ്റ്റർ ആണ് കഥകൾ അതിമോഹനം. അതും ഒരു പുരാണ കഥയുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ 2-ാമത്തെ പാഠഭാഗമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകളിൽ നളചരിതമാട്ടക്കഥ, ഉണ്ണായി വാര്യരുടെ നളചരിതമാട്ടക്കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. വനപർവത്തിൽ നിന്നല്ലേ, മഹാഭാരതത്തിലെ വനപർവത്തിൽ നിന്നെടുത്ത ഭാഗമാണ് പഠിക്കാനുള്ളത്. അതിലെ ആട്ടക്കഥയിലെ ആദ്യ ദിവസത്തെ ഭാഗം അല്ലെ, 4 ദിവസം കൊണ്ട് ആടി തീർക്കുന്ന രീതിയിലാണ് രചിച്ചിരിക്കുന്നത്. അതിലെ ആദ്യ ദിവസത്തെ കഥയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഈ ഒരു പാഠഭാഗവുമായിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ചർച്ച ചെയ്തു പോയത് അല്ലെ. അത്യാവശ്യം കാര്യങ്ങളെല്ലാം തന്നെ നോക്കിയിട്ടുണ്ട്. മാത്രമല്ല ഓരോ കഥാപാത്രങ്ങളെ കുറിച്ചിട്ട്, പാഠഭാഗത്തിൽ വരുന്ന ഓരോരോ കഥാമുഹൂർത്തങ്ങളെ കുറിച്ചിട്ടെല്ലാം നമ്മൾ നോക്കി പോയിട്ടുണ്ട്. ഇനി അടുത്തൊരു പാഠഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. മാത്രമല്ല നമ്മുടെ മലയാളം കുട്ടികൾക്ക് എല്ലാവർക്കും വളരെ പ്രയാസമുള്ള ഒരു ലാംഗ്വേജ് ആണ് മലയാളം എന്ന് പറയുന്നത്. അക്ഷരതെറ്റായിക്കോട്ടെ, വായിക്കുമ്പോൾ പ്രയാസമായിക്കോട്ടെ, അക്ഷരങ്ങൾ തിരിച്ചറിയുക, പ്രായഭേദമന്യേ എല്ലാവർക്കും മലയാളത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലേ. അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കളരി മലയാളം ട്യൂഷൻ ബാച്ച് ഉള്ളത്. ഈ ഒരു ബാച്ചിൽ 1-to-1 ട്യൂഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിൽ. അപ്പോൾ ഓരോ കുട്ടിയുടെയും ലെവൽ അനുസരിച്ച് ആ കുട്ടിക്ക് ക്ലാസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് 9496949929 എന്ന നമ്പറിലേക്ക് വിളിക്കുക. കോണ്ടാക്ട് ചെയ്ത് മറ്റ് വിവരങ്ങളൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയത് സെക്കൻഡ് യൂണിറ്റ് ആണ്. അപ്പൊ യൂണിറ്റ് 3 ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് എല്ലാം പെട്ടെന്ന് ലഭിക്കുന്നതാണ്. അപ്പൊ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്